വീണ്ടും ഒരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുറേയേറെ പേർ വീഡിയോ കാണുകയും കൃത്യമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നു. വളരെ സന്തോഷം. നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഒരു നല്ല പ്രചോദനമാണ്. തീർച്ചയായും പ്രചോദനത്തിൻ്റെ വാക്കുകൾ ഞാൻ പറയുമ്പോൾ തിരിച്ച് എനിക്ക് പ്രചോദനമെന്ന് പറയുന്ന വീഡിയോ കണ്ടതിന് ശേഷം ഓരോ കുട്ടികളും പ്രിയപ്പെട്ട അധ്യാപകരും പ്രിയപ്പെട്ട രക്ഷിതാക്കളും ഒക്കെ പറയുന്ന നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. തീർച്ചയായും അതിന് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് രക്ഷിതാക്കളോടാണ് ചില കാര്യങ്ങൾ പറയുവാനായി ഞാൻ ആഗ്രഹിക്കുന്നത്. 10-12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ ബോർഡ് എക്സാം എഴുതുന്നതിനായി പോകുന്നു. SSLC, ഹയർ സെക്കൻഡറി, CBSE പരീക്ഷയുടെ ടൈം ടേബിളുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ICSE പരീക്ഷയുടെ പ്രാക്ടിക്കൽ എക്സാമുകൾ ആരംഭിക്കുകയാണ് നവംബർ മാസത്തിൽ. ഫെബ്രുവരിയിൽ ICSE, ISE സിലബസുകളിലും ബോർഡ് എക്സാം ആരംഭിക്കുന്നു. തീർച്ചയായും ഈ ബോർഡ് എക്സാം അടുത്ത് വന്നിരിക്കുന്ന ഈ സമയത്ത് 10-12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വളരെ നീളമുള്ള വീഡിയോയിലേക്ക് പോകുന്നില്ല, കൊച്ചു കൊച്ചു കാര്യങ്ങളായി പറഞ്ഞു പോകാം എന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ പരീക്ഷ അടുത്ത കാലത്ത് നമ്മുടെ മക്കൾക്ക് അത്യാവശ്യമായി വേണ്ടത് നമ്മളുടെ കരുതലാണ്. അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് സമയമുണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിവസവും മക്കളുടെ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുവാനും അവരോടൊപ്പം അല്പനേരം ഇരുന്ന് സംസാരിക്കുവാനും നാം സമയം കണ്ടെത്തണം. മക്കളെ രാവിലെ സ്കൂളിൽ വിട്ടു, വൈകിട്ട് ട്യൂഷനുണ്ട്. ട്യൂഷനും സ്കൂളിനും ഇടയിലുള്ള ഒരു സമയത്ത് ക്ലാസ് കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ട്യൂഷന് പോകുന്നതിന് മുമ്പ് ബേക്കറിയിൽ കയറി സ്നാക്സ് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് കരുതി പോക്കറ്റ് മണിയൊക്കെ കൊടുത്തു വിടുന്ന രക്ഷിതാക്കളായിരിക്കും കൂടുതൽ പേരും എന്ന് ഞാൻ ധരിക്കുന്നു. ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് എനിക്ക് ആദ്യമേ ഓർപ്പിക്കാനുള്ളത്. ഇങ്ങനെ പണം കൊടുത്ത് വിടുന്നതിന് പകരം ഫുഡുകൾ കഴിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് പ്രത്യേകമായ ശ്രദ്ധ വേണം. ഏതെങ്കിലും കാരണവശാൽ ഉദര രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിലയേറിയ സമയത്തിൽ, വിലയേറിയ ദിവസങ്ങളിൽ പലതും ആശുപത്രിയിലൊക്കെ ആയിട്ട് നഷ്ടമാകേണ്ട സാഹചര്യം ഉണ്ടാകില്ലേ എന്ന് ഒന്ന് ആലോചിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങളോട് സ്നേഹപൂർവ്വം ഉപദേശിക്കുക. ഇനി പരീക്ഷ കഴിയുന്നത് വരെ ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുന്നതിനായി വേണ്ട സ്നേഹത്തോടെയുള്ള ഉപദേശം നൽകുക. അപ്പോൾ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം, അവർ ആഗ്രഹിക്കുന്ന ആഹാരം നമ്മുടെ വീടുകളിൽ തന്നെ ക്രമീകരിച്ച് നൽകുവാനുള്ള സംവിധാനം നാം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിച്ചേ മതിയാവും. രണ്ടാമതായി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, നമ്മുടെ മക്കൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വേണ്ടത് നമ്മുടെ ചെറുത്തുപിടിക്കലാണ്, നമ്മുടെ ഒരു കരുതലാണ് അവർക്ക് വേണ്ടത്. അങ്ങനെ കരുതുന്നുണ്ട്, എൻ്റെ മാതാപിതാക്കൾ എന്നെ ചേർത്തു നിർത്തുന്നു എന്ന് തോന്നുമ്പോൾ നമ്മുടെ മക്കൾ തീർച്ചയായും പഠനത്തോട് ഒരു സ്നേഹം കാണിക്കാൻ തുടങ്ങും. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ടായ ഒരു കാര്യമുണ്ട്. ഒരു രക്ഷിതാവ് എന്നോട് പറഞ്ഞു, സാറിൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ മകൾ വളരെ ഉത്സാഹത്തോടെ, ഞങ്ങൾ പറയുകയൊന്നും ചെയ്യാതെ, അവൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, വീട്ടിലേക്കൊന്നും പോകാതെ ഞാൻ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ആ മകൾ പറഞ്ഞതായി ഒരു രക്ഷിതാവിനോട് പറഞ്ഞു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമുക്ക് നമ്മുടെ മക്കളെ ഇങ്ങനെ ഒന്ന് ചേർത്ത് നിർത്താം. ജങ്ക് ഫുഡുകൾ ഒഴിവാക്കാം. അങ്ങനെ ജങ്ക് ഫുഡുകൾ കഴിക്കുന്നതിൽ നിന്നും അവരെ നമുക്ക് ഒന്ന് വിലക്കാം. PTA മീറ്റിങ്ങുകളിൽ ഞാൻ രക്ഷിതാക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനിയുള്ള നമ്മുടെ വീട്ടില് ബന്ധുജനങ്ങളുടെ, നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ വിവിധ തരമായ ആഘോഷങ്ങൾ, ജന്മദിനാഘോഷങ്ങൾ, വിവാഹം, നിശ്ചയം, അങ്ങനെ പല കാര്യങ്ങളും കടന്നു വരാം. ഉത്സവങ്ങൾ, പെരുന്നാളുകൾ ഒക്കെ കടന്നു വരാം. ഇതിനൊന്നും പോകണ്ട എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എങ്കിലും നമുക്ക് പഠനത്തിന് ഇനി സമയം കുറച്ചേ ഉള്ളൂ. അവസരങ്ങളിൽ നമ്മുടെ മക്കളെ കൊണ്ടുപോകാതെ അവർ വീട്ടിൽ നിന്ന് പഠിക്കട്ടെ. അങ്ങനെ ചെയ്യുമ്പോൾ മാതാപിതാക്കൾ പോകുന്നെങ്കിൽ നിങ്ങൾ അന്ന് കഴിച്ച
ആ വിശേഷ അവസരത്തിൽ ആ ഫംഗ്ഷന് പോയപ്പോൾ നിങ്ങൾ കഴിച്ച ആ ഭക്ഷണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ ക്രമീകരിച്ച് നൽകുന്ന കാര്യത്തിൽ മറക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് ഉചിതമായ ആഹാരം നമ്മുടെ മക്കൾക്ക് നൽകുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കളുടെ ആരോഗ്യത്തിന് അനുസൃതമായ ആഹാരം നൽകുവാൻ ശ്രദ്ധിക്കണം. ഒരു മടിയും അതിനകത്ത് വിചാരിക്കരുത്. നല്ലതുപോലെ ബോർഡ് എക്സാം കഴിയുന്നത് വരെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാം. മൂന്നാമതായി എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇനിയുള്ള ദിവസങ്ങളിൽ മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും വൈകുന്നേരങ്ങളിൽ ക്ലാസ് കഴിഞ്ഞ് അവരെ വിളിച്ചു കൊണ്ടുപോകുവാനും മാതാപിതാക്കൾക്ക് സമയം കണ്ടെത്താൻ കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമായിരിക്കും. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കാതെ ബസ്സുകളിലൊക്കെ കയറി അവർ ബുദ്ധിമുട്ടാതെ നല്ല രീതിയിൽ പോകുന്നതിനായി മാതാപിതാക്കൾ കുറച്ച് ബുദ്ധിമുട്ടുന്നത് നല്ലതല്ലേ എന്നൊന്ന് ആലോചിക്കണം. തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റായിട്ട് എടുക്കരുത് ദയവേത്. ഒന്ന്, നമ്മുടെ മക്കൾക്ക് ജങ്ക് ഫുഡുകൾ ഒഴിവാക്കാം. രണ്ട്, നമ്മുടെ മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാം, അവരെ ഒന്ന് കരുതാം. മൂന്ന്, വിശേഷ അവസരങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കാം. നാല്, ബോർഡ് എക്സാം കഴിയുന്ന കാലം വരെയെങ്കിലും ഒരു സമയത്തേക്ക് നമ്മുടെ മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും തിരികെ വിളിച്ചു കൊണ്ടുവരുവാനും സമയം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ, മാതാപിതാക്കൾ പലരും ജോലിക്കാരാകാം, ഞാനത് മറക്കുന്നില്ല, അങ്ങനെ കഴിയുമെങ്കിൽ അത് ചെയ്യാൻ മറക്കരുതേ. തീർച്ചയായും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ഷെയർ ചെയ്യുവാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.